കണ്ണ് നീറുന്നുണ്ടല്ലോ. തൈന് പുളിപ്പുണ്ടോ? പുളിപ്പുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തൈന് പുളിപ്പുണ്ടോ? പുളിപ്പുണ്ട്. വീട്ടിലുണ്ടാക്കിയതാണ് ഇവിടെ. ഇത് മഞ്ഞൾപ്പൊടി. അടുത്തായി ചേർക്കാൻ പോകുന്നത് ബ്രൂ. ഇങ്ങനെ ആക്കാം. പൊളിച്ച് എന്തുവാ, അത് മുഴുവൻ വേണ്ടി വരുമല്ലേ. ഞാനവിടെ ഇവിടെ ഇത്രയും കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഇടാന്ന് വിചാരിച്ചതാ. നമുക്കിനി തേച്ച് തുടങ്ങാം. ആദ്യം മിക്സ് 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 കുറച്ച് ലൂസായി പോയി. മറ്റേ ബ്രഷൊക്കെ മേടിക്കണം ഇതിൻ്റെ. വീട്ടിലെടുക്കുമ്പോൾ വിഷയുണ്ടാക്കും. ഇതെൻ്റെ അമ്മ മേടിച്ച് വെച്ച പ്രൂവാ. അമ്മ ചായ ഉണ്ടാക്കണമെന്ന് അറിയില്ല. നമ്മളിതൊക്കെ ചെയ്യണം, മനസ്സിലായോ? നമ്മുടെ സ്കിന്ന് നല്ലതാക്കണം. നല്ലതാണിത്. എൻ്റെ ജീവിതത്തിൽ കണ്ണ് നീറുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ശരി. കണ്ണിൻ്റെ ഉള്ളിലായി ആക്കണമെന്ന് മൂത്ത്. ഇത്ര മതി. ഓക്കെ, നമ്മൾ എന്തിട്ടാലും നമ്മൾ എന്തിട്ടാലും അത് കഴുത്തിലേക്ക് ഇടണം, മനസ്സിലായോ? കഴുത്തുമേൽ. ഓ, ഡ്രസ്സ് മാറ്റായിരുന്നല്ലേ. ഈ കളർ ഡ്രസ്സ് അഴുക്കാവൂലേ? സാരമില്ല, അതിപ്പോൾ എന്താ ചെയ്യുക? ചെവിമിലിടണം. ഓക്കെ, നമ്മൾ എന്ത് തേച്ചാലും നമ്മൾ ചെവിമിലും കഴുത്തുമിലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഇനി ഒരു സിറ്റപ്പ് കൂടി ഉണ്ട്. നമ്മളിത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ട് മുഖത്തിങ്ങനെ തേച്ച് കൊടുക്കണം. കാരണം കൂടുതലുണ്ട്. ഇവിടെ ബാക്കി വെച്ച് ഇവിടെ ആരും തേക്കാനൊന്നുമില്ല. കുറച്ച് ഓക്കെ. നല്ല മസാജ് കൊടുക്കുക. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മസിലാണെന്ന്, പക്ഷെ മൊത്തം കൊഴുപ്പാണ്. എൻ്റെ ജീവിതത്തിൽ ചെമ്പരന്തല്ലേ, എൻ്റെ കാതിൽ കാണാത്ത സ്വരങ്ങൾ. ഇവിടുന്ന് കിട്ടിയെന്നറിയില്ല പാട്ട്. രാവിലെ മുതലേ ഉണ്ട്. ഹൗ എന്നെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ കുറേ എണ്ണ ഇടുന്നുണ്ടല്ലോ എന്ന്. ഇതൊക്കെ ഞാൻ ഷാമ്പു ഇട്ട് കളയും, മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി എണ്ണ ഇട്ട് കുളിക്കുന്ന ഒരാളാണെന്ന്. വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. എനിക്ക് എണ്ണ ഭയങ്കര അലർജിയാണ്. വല്ലപ്പോഴും മാത്രം തലയിലൊക്കെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിട്ട ഫേസ് പാക്ക് നമ്മൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ വെക്കണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നേരെ പോയി കുളിക്കുക. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൗണ്ടേഷൻ ഞാൻ അധികം യൂസ് ആക്കാറില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ആക്കും കേട്ടോ. ഒരു പൊടിക്ക് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൊത്തം ഇങ്ങനെ
കണ്ടോ, ഒരു സൈഡ് ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റുമല്ലോ. അതങ്ങനെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തുമ്മേൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പകുതി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാവുന്നില്ലേ, നമ്മളൊരു ഡിഫറെൻറ്റ് നമ്മൾ പൗഡർ ഇട്ട പോലെയൊക്കെ തന്നെ ഇരിക്കും, അല്ലാതെ വലിയ ഫൗണ്ടേഷനൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അതേപോലെ ഇത് ഇപ്പുറത്തെ സൈഡിലും നമ്മളാക്കി കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ ബ്ലൗസാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ബ്ലൗസ് നമുക്കും യൂസ് ആക്കാൻ പറ്റും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. മിക്കവാറും ബ്രൗൺ ഒക്കെ യൂസ് ആക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ മൊത്തപ്പാടെ നമ്മളത് കരി തേക്കണ പോലെ തേക്കത്തൊന്നുമില്ല, കാരണം കുട്ടികൾ പിരികെ എഴുതിയ പോലെ ആവും. അത് കാരണം ഒരു ലൈറ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ മേലെ ഒരു കുത്തമ്പിനാറ് പണിയാൻ പോവുകയാണ്. അതായത് ഐഷാഡോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. കണ്ട ആ ഒരു ഐഷാഡോ പാലറ്റ് മാത്രം അത് കുഴിഞ്ഞു പോയിരിക്കുന്നത് കണ്ടോ, കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ആക്കുന്നുള്ളത്. അങ്ങനെ കണ്ണിൻ്റെ മേലെ ഐഷാഡോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കിടക്കുന്നത് നമ്മുടെ ഐലൈനർ സെക്ഷനിലേക്കാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത് കാരണം ഇട്ടിട്ട് വരാം. കണ്ട ചാടിത്തുള്ളി വരണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലേ, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കണ്ണെഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കൺപീലി വിടർന്ന് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മസ്കാരയാണ് നമ്മൾ യൂസ് ആക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഉറങ്ങി തൂങ്ങിയ കണ്ണുകൾ വിടർന്ന് ഇങ്ങനെ വിചലമ്പിച്ച് നിൽക്കും ഗൈസ്, കണ്ടോ, നിങ്ങൾ തന്നെ കാണുക. അങ്ങനെ കണ്ണിൻ്റെ മേലുള്ള പരിപാടി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തായി നമ്മൾ ലിപ്പിൻ്റെ പരിപാടിയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ലിപ് ബാമാണ് യൂസ് ആക്കാൻ വേണ്ടി പോകുന്നത്, കാരണം എൻ്റെ ഡ്രൈ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതാണ് ലിപ് ബാം ഇട്ടിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ. ഞാനിപ്പോൾ എടുക്കുന്നത് ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ആകെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് തന്നെയാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ആക്കുന്നത്, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട്. ഇത് 2 എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, സെയിം സാധനം തന്നെ. അടുത്തതായി നമ്മളിത് ഒരു പൊട്ടാണ് തൊടാൻ വേണ്ടി പോകുന്നത്. ബ്ലാക്ക് പൊട്ട് ഞാൻ നോക്കി പക്ഷേ കണ്ടില്ല, പിന്നെ ഗോൾഡൻ കളർ ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഗോൾഡൻ്റെ പൊട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് നമുക്കൊരു ചന്ദനത്തിൻ്റെ കുറവ് ഞാൻ കണ്ടു, അത് കാരണം നമുക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് ചന്ദനം പോലെ ഇടാം. മിക്കപ്പോഴും ഞാൻ ചന്ദനമായിട്ട് ഇതന്നെ യൂസ് ആക്കുന്നതായിട്ടാണ്, കാരണം ഒറിജിനൽ ചന്ദനം നമ്മുടെ വീട്ടിലില്ല, അതുകൊണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചന്ദനം ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് കഴിയുമ്പോൾ പോകുന്ന കാരണം ഞാൻ വിചാരിച്ചു ഫൗണ്ടേഷൻ ഏറ്റവും നല്ലതെന്നാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടച്ചപ്പാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിട്ടാലും കഴുത്തിൻ്റെ മേലിടാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്കിനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലഷ് ഇടാം, കാരണം കരണം അടിച്ച് പൊട്ടിച്ച പോലെ ചുവന്നിങ്ങനെ തുടുത്തിരിക്കണം ഗൈസ്. അത് കാരണം ഞാൻ യൂസ് ആക്കുന്നൊരു സാധനമാണത്, ഈ ഒരു സാധനം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയും കുത്തും കോമയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലഷ് ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് തടിമേലും നെറ്റിമേലും മൂക്കുമേലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇത് അമ്മയുടെ സാരിയാണ്, ഇത് അമ്മയുടെ യൂണിഫോം സാരിയാണെന്നുള്ളത് ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ പറയുന്നത്, എടി ഇതെൻ്റെ യൂണിഫോം സാരിയാണെന്നുള്ളത്. ആരുടെ സാരി ആയാലും എന്ത് സാരി ആയാലും നമുക്കത് ഉടുത്താൽ പോരെ, നമുക്ക് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഇതേ സാരി ഉടുക്കൽ അപാരതയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സാരി ഉടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബബ്ലി നേരത്തെ ഉള്ളതിനെക്കാട്ടി ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ. സാരി ഇങ്ങനെയാണോ ഉടുക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉടുക്കാറുള്ളത്. ഇങ്ങനെ 2 ഞെറിവ് അവിടെ സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഒരു പിന്നിവിടെ കുത്തി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞെറിവ് കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പ്ലീറ്റ് എടുക്കുന്നത് എനിക്ക് വളരെ നിസ്സാരമുള്ള കാര്യമാണ്, പക്ഷേ താഴത്തേക്ക് പ്ലീറ്റ് കിട്ടുമോ എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പാക്കാൻ വേണം. ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ കുനിഞ്ഞ് ഞാൻ അതേ പ്ലീറ്റൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെക്ഷൻ ഉള്ളിലേക്ക് എടുത്തിട്ടു, എന്നിട്ട് ബാക്കിയുള്ളത് മൊത്തം ഇതുപോലെ റൗണ്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അഴിച്ചിടാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്, കാരണം ഇതിൻ്റെ പ്ലീറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അഴിച്ചിടുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ കുനിഞ്ഞ് നിന്നുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. നിങ്ങൾ ഈ സാരി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പിന്നും കൂടി കുത്തിയാൽ മതി. അങ്ങനെ പിന്നെയൊക്കെ കുത്തി. എങ്ങനെയുണ്ട് ഗൈസ്, സുന്ദരിയായിട്ടുണ്ടോ? കണ്ട ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ തന്നെ വേർത്ത് ഗൈസ്, അതുകൊണ്ടാണ് ഈ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടുമ്പോഴൊക്കെയാണ് ഈ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ. വേർത്ത് ഒലിച്ച് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ പോകില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ല പ്രോഗ്രാമൊന്നുമല്ല, വീട്ടിൽ തന്നെ ഡാൻസിൻ്റെ പരിപാടി അതൊക്കെ തന്നെ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് എടുത്ത് നോക്കി, പക്ഷേ ഒരു രസമില്ലല്ലേ? ഇല്ല, ഒരു രസമില്ല. അതാണ് അയച്ചിടുന്നതാണ് രസം എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അയച്ചിടുന്നതാണോ പ്ലീറ്റ് എടുത്തപ്പോഴാണോ രസമായിട്ട് തോന്നിയത്? അങ്ങനെ കുറച്ച് പട്ടി ഷോയൊക്കെ ആവല്ലേ.
കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ്, രസമുണ്ടോ? ആഹാ എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ദേ ഇവിടെ കുത്തിയത് ശരിയായില്ലെന്ന് തോന്നുന്നു കേട്ടോ, മറിഞ്ഞൊക്കെ വീണ്. അങ്ങനെ നേരെ ആക്കി കുത്താൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് ഗൈസ് ഇപ്പോൾ കറക്റ്റായത്. സാരിക്ക് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ എന്തിൻ്റെ ഒരു കുറവ് കാണുന്നില്ലേ? ഓ കമ്മൽ അത്ര രസമായില്ലല്ലേ? അപ്പോൾ ഞാൻ അവിടെ കിടന്ന് നോക്കിയപ്പോൾ ഒരു ജുമക്ക് കിട്ടി ഗൈസ്. അപ്പോൾ അതിന് മാച്ചാണോന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഇനി 2 റീലും പട്ടി ഷോയും കാണിച്ചിട്ട് വരാം. ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ റീല് ഉൾപ്പെടുത്തണില്ല, പക്ഷെ കുറച്ച് ഫോട്ടോസ് എടുത്തത് ഉൾപ്പെടുത്താം കേട്ടോ. ഇതൊക്കെയായിരുന്നു ഞാൻ എടുത്തിരുന്ന ഫോട്ടോസ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.